അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നല്ലത് വരട്ടെ. പടച്ചവൻ എല്ലാ ബർക്കത്തും നിന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കുറച്ച് കാര്യങ്ങളെ പറയാൻ എനിക്കറിയുള്ളൂ. വലിയ വലിയ കാര്യങ്ങളൊന്നും പറയാൻ എനിക്ക് സാധിക്കില്ല. പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിൽ, എൻ്റെ അനുഭവത്തിൽ, നമ്മൾ പോകുന്ന യാത്രകളിലും ഓരോ കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. ആ കാഴ്ചകളിൽ വെച്ച് നമുക്ക് മനസ്സിലാക്കാവുന്നേ നമ്മുടെ ജീവിതം എങ്ങോട്ടാണ്, എന്തിനാണ് എന്നൊക്കെ നമുക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റും. ഉറപ്പായിട്ടും പറ്റും. കാരണം നമ്മുടെ വീട്ടിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു യാത്ര കഴിഞ്ഞ് വന്നയാളാണെങ്കിൽ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സ് ഏതെങ്കിലും ഒരു ദിശയിലേക്ക് മാറാതിരിക്കില്ല. അതങ്ങനെയാണ് മനുഷ്യൻ്റെ ബ്രെയിനിൽ സെറ്റ് ചെയ്ത് വച്ചേക്കണേ. ആ സെറ്റപ്പ് ഉണ്ടാവും. ചിലർ അത് ടേബിൾ, അതായത് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ കുടുംബത്തിൽ പറയും. ആ കുടുംബത്തിൽ പറയുമ്പോൾ ചിലർക്ക് അത് ഇഷ്ടമാകില്ല, ചിലർക്ക് അത് ബോധിക്കും. കാരണം ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴാണോ നിങ്ങൾ പോയ അവിടുത്തെ കാര്യം പറയുന്നത് എന്ന് ഭാര്യ ചിലപ്പോൾ ചോദിക്കാതിരിക്കില്ല. കാരണം അവർ വെച്ചുണ്ടാക്കിയ നല്ല ആഹാരത്തിന് മുന്നിലിരിക്കുമ്പോൾ ഒരു ചെറിയ മനസ്സലിവുള്ള ഒരു മനുഷ്യനാണെങ്കിൽ അദ്ദേഹം പറഞ്ഞിരിക്കും, ഞാൻ ഇന്ന പോലെ പോയ വഴിക്ക് ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ കയറി, അപ്പോൾ അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നവരെ ഞാൻ നോക്കി, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് എന്ന് പറയും. അത് പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടില്ല. അതിനകത്തുനിന്ന് തുടങ്ങിയാൽ പിന്നെ കിടപ്പറയിൽ വരെ ആ വിഷയങ്ങൾ മൂർച്ഛിച്ചുകൊണ്ടിരിക്കും. കാരണം ഇബ്ലീസിൻ്റെ സ്വാന്നിധ്യം ആ ടേബിളിൽ ഉണ്ട് എന്ന് മറന്നാണ് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നത്. അതാണ് അതിൻ്റെ കാരണം. ആ കാരണം ചിലപ്പോൾ ഒരു തമ്മിത്തല്ലിൽ വരെ എത്താനും പാടില്ലായില്ല. പിന്നെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇതൊന്നും പറഞ്ഞു കൊടുത്താലും ചെയ്ത് കാണിച്ചാലും മനസ്സിലാകില്ല. കാരണം അധ്വാനിച്ച് ആവശ്യത്തിലേറെ ഭക്ഷണങ്ങളും പൈസയും ഡ്രസ്സും വണ്ടിയും മൊബൈലും ഇതെല്ലാം വാങ്ങി കൊടുത്ത് പിള്ളേരെ നന്നാക്കാൻ വേണ്ടി നടക്കുന്ന രക്ഷകർത്താക്കളാണ് ഇപ്പം ഇവിടെ വസിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരുമല്ലാട്ടോ, ഒരു 80% ആൾക്കാരും ഇതിനു വേണ്ടി മാത്രം ജീവിക്കുന്നവരാണ്. അവരുടെ സമുദായത്തിനെ അംഗീകരിച്ച് ആശ്രയിച്ച് ജീവിക്കാനുള്ള ഒരു ചട്ടക്കൂട് അവനവൻ ഉണ്ടാക്കിയെടുക്കണം. പള്ളി നമസ്കരിക്കുന്ന ഭവനമാണ് അള്ളാഹുവിൻ്റെ ഭവനം. പറയുമ്പോൾ ഭയങ്കര ഉഷാറ. അള്ളാഹുവിൻ്റെ ഭവനം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരമായ ഒരു രോമാഞ്ചമാണ്. പക്ഷേ അതിൻ്റെ അകത്ത് കയറിയിട്ട് ഇബ്ലീസിൻ്റെ പണി അവിടെയാണ് പ്രശ്നം. ചിലർ ബാങ്ക് വിളിക്കുമ്പോൾ ഓടി പള്ളിയിലേക്ക് കയറും. അപ്പോഴത്തേക്കും മോദീൻ ഇക്കാമത്ത് കൊടുത്തു, ഹത്തീബ് അള്ളാഹു അക്ബർ എന്നും പറഞ്ഞ് കയ്യും കെട്ടിക്കാണും. പിന്നെ ഒളു എടുക്കണ എങ്ങനെയാണെന്ന് പോലും അറിയില്ല. എങ്ങനെയാണ്ടൊക്കെ കാണിച്ച് ഓടുവാണ്. പിന്നെ ഓടിപ്പോയി ആണ് കൈ കെട്ടുന്നത്. ആ ഓടിപ്പോയി കൈ കെട്ടലുള്ളൂ, പിന്നെ ഒന്നുമില്ല. പിന്നെ വേറെ ചിന്തകളാണ്.
വേറെ ചിന്തയിലേക്ക് പോവും. നമസ്കാരം ശരിയാവില്ല, ബാക്കിയുള്ളവർക്കുടെ നമസ്കാരം ശരിയാവില്ല. പിന്നെ അവിടെ ചൊറിച്ചിലായി, ഇവിടെ ചൊറിച്ചിലായി, പോക്കറ്റിൽ തപ്പലായി, ആൻഡ്രോയിഡിൻ്റെ പോക്കറ്റിൽ തപ്പലായി, മടിയിൽ തപ്പലായി, മൊബൈൽ വെല്ലടിക്കലായി. ഇതെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അതായത് നമസ്കാരത്തിൽ ശ്രദ്ധയില്ല എന്നാണ് അതിൻ്റെ കാരണം. ഹത്തീബ് ഇമാമ അള്ളാഹു അക്ബർ എന്ന് കൈകെട്ടി വജ്ജഹത്തു എല്ലാവരും ഓതണം. എല്ലാവരും ഓതാറില്ല എന്നും അറിയാം. ഇമാമ ഫാത്തിഹ ഓതുമ്പോൾ അതിൻ്റെ കൂടെ ഓതണം. ഇമാം ഫാത്തിഹ ഓതി നിർത്തിക്കഴിയുമ്പോൾ നമ്മുടെ ഫാത്തിഹ തുടങ്ങണം. അപ്പം ഇമാമിൻ്റെ സൂറത്ത് ഓതി തീരുമ്പോൾ നമ്മുടെ ഫാത്തിഹയും തീരും. ഇനി തീർന്ന ഇമാമ വലിയ സൂറത്ത് ഓതുവാണെങ്കിൽ എന്താണ്? അല്ലാഹു 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 അല്ലാഹ്, അല്ലാഹു മാത്രമുള്ളൂ, അല്ലാഹു മാത്രമുള്ളൂ, ആ ഒരു ചിന്തയെ പാടുള്ളൂ. ഇങ്ങനെ നമസ്കാരത്തിൻ്റെ ശരിയായ വിവരങ്ങൾ ഒരു വെള്ളിയാഴ്ച കുറച്ച് സമയം എല്ലാ ഇമാമുകളും പ്രസംഗിക്കാറുണ്ട്. ആ പ്രസംഗത്തിൽ വന്നിരിക്കുന്ന ജുമാ കൂടാൻ വന്നിരിക്കുന്നവർക്ക് കേൾക്കാൻ അറിയാനും മനസ്സിലാവുന്ന രീതിയിൽ കുറച്ചൊക്കെ സംസാരിക്കുന്നത് നല്ലതാണ്. അല്ലാതെ പലസ്തീനിൽ ബോംബിട്ടോ, ഗാസയെ നശിപ്പിച്ചോ, ഇസ്രായേലിനെ വെടിവെച്ചോ, ട്രംപ് എന്നാ പറഞ്ഞത്, മമ്മൂട്ടിയുടെ സിനിമ ഇന്ന് റിലീസാവും, പിള്ളേർ അതിൻ്റെ പുറകെ പോവോ, മോഹൻലാലിൻ്റെ എമ്പുരാൻ എങ്ങനെയാണെന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ട് മൈക്കിൽ കൂടെ പ്രസംഗിച്ചുകൊണ്ടിട്ട് ഒരു കാര്യമില്ല. അത് സർവ്വസാധാരണമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന. അതല്ല നമ്മൾ പറയേണ്ടത്. നമസ്കരിക്കുന്നത് എങ്ങനെയാണ്? മര്യാദ, സംസ്കാരബോധവും ധാർമ്മിക ബോധവും മര്യാദയും, ഈ 3 സംഗതികളാണ് നമ്മൾ പറഞ്ഞ് വന്നിരിക്കുന്നവർക്കിട്ട് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. എങ്കിലാണ് അദ്ദേഹത്തിന് ഒരു ഇതുണ്ടാവും. ഒരു ഹിമാമാണ്, ഒരു ഹത്തീബാണ്, ഒരു പള്ളിയുടെ ഏറ്റവും വലിയ സ്ഥാനം വഹിക്കുന്ന ആളാണ്. ആ പള്ളി എവിടെ ഇരിക്കുന്നോ ആ പള്ളിയുടെ ചുറ്റുവട്ടത്തുള്ള ആ സ്ഥലം, ആ ടൗണ്, ആ ആളുടെ അണ്ടറിലായിരിക്കണം എന്നാണ് ഇതിൻ്റെ ശരിയായ രീതി. ഇതാരെങ്കിലും അംഗീകരിക്കാറുണ്ടോ? ഇല്ല. കുത്തുബ തുടങ്ങി, ജുമായ്ക്ക് പോയി കുത്തുബ തുടങ്ങി അവിടെ ഇരുന്ന് ചരിത്രങ്ങൾ വിളമ്പുകയാണ്. അവൻ നമസ്കരിക്കാൻ വന്നേക്കണല്ല, ചരിത്രങ്ങൾ അറിയാൻ വേണ്ടിയും സുഹൃത്തുക്കളെ കണ്ട് സന്തോഷം പങ്കിടാൻ വേണ്ടി വന്നേക്കണ, ജുമായ്ക്ക് വന്നേക്കണല്ല. ഒരു ദീനും പഠിച്ചിട്ടില്ല, ഒരു ദീനി പ്രവർത്തനവും നടത്താത്ത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 2ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരും ബാക്കി 3 പേരുടെ പേരും പറയുമ്പോൾ റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞല്ലാതെ ഇവരാരാണ്, ഇവർക്ക് എന്തിനാണ്, ഇവരെങ്ങനെ ഉള്ളവരാണെന്നൊന്നും ഒരു മനുഷ്യർക്കും അറിയില്ല. പിന്നെ എന്ന് മാത്രമല്ല, പറഞ്ഞ് മനസ്സിലാക്കാൻ ബാക്കിയുള്ളവർക്ക് സമയവുമില്ല. കുറച്ച് പേർക്കൊക്കെ മനസ്സിലാവും, എല്ലാവരെയും പറയുന്നില്ല. അറിയാവുന്നവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ? ആ സമയങ്ങളിലും വാക്പോരും മൊബൈൽ നോട്ടും സംസാരമാണ്. ഇങ്ങനെയൊക്കെ നടക്കും എന്ന് മുൻകാലങ്ങളിൽ അറിയാവുന്നതിൻ്റെ പേരിലാണ് ഖുർആനിൽ വന്നിരിക്കുന്ന ആയത്തിലെ ഒരു വരി, വൈലുല്ലിൽ മുസല്ലീൻ, നമസ്കാരക്കാർക്ക് നാശമാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നശിക്കാനാണോ എല്ലാവരും നമസ്കരിക്കാൻ പോകുന്നത്? അത് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട കേസാണത്. വളരെയധികം ചിന്തിക്കണം. വൈലുല്ലിൽ മുസ്ലിം, നമസ്കാരക്കാർക്ക് നാശമാണ്. പിന്നെ എന്തിനാ പോണേ നിങ്ങൾ? ചെയ്യേണ്ട രീതിയിൽ ചെയ്താൽ നമസ്കാരം പടച്ചവൻ സ്വീകരിക്കും, അല്ലെങ്കിൽ സ്വീകരിക്കൂല. ചുമ്മാ പോയി തലയും കുത്തി മറിഞ്ഞ് വരാമെന്നുള്ളൂ, ഒന്നും നിങ്ങൾ സ്വീകരിക്കൂല. ശ്രദ്ധ വേണം, അതിനുള്ള ചട്ടക്കൂട് വേണം, അല്ലെങ്കിൽ നമസ്കരിക്കാൻ പോകരുത്. നമസ്കരിക്കാൻ പോകാതിരുന്നാൽ നമസ്കരിച്ചില്ലല്ലോ, നമസ്കരിക്കാൻ പോയില്ലല്ലോ എന്നുള്ളൊരു ചെറിയ തെറ്റുള്ളൂ. അത് പടച്ചവനോട് തൗബ ചെയ്താൽ അത് പുറത്തു വരും. ഇത് പോയിട്ട് ഈ കോലം കെട്ടിയാൽ പടച്ചവൻ അത് കേൾക്കാനും നിൽക്കൂല, തൗബ ചെയ്താൽ അങ്ങോട്ട് കേൾക്കൂല, ഒരു ഗുണവും കിട്ടുമ്പോഴുള്ള. ഇതൊക്കെയാണ് ഈ സംഭവങ്ങൾ. ഇതൊക്കെ പറഞ്ഞു തരാൻ കഴിവുള്ള ആൾക്കാരുണ്ട്. അവർ പറഞ്ഞു തന്നാൽ
ബാക്കിയുള്ളവർക്ക് മനസ്സിലാവില്ലേ പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ശ്രദ്ധിച്ച് മര്യാദയ്ക്ക് മുന്നോട്ട് പോയാൽ വലിയ കുഴപ്പമില്ലാതെ ജീവിച്ച് പോകാം. പിന്നെ അസ്രായേൽ വരുന്ന സമയമല്ലേ, അസ്രായേൽ വരുമ്പോഴത്തേക്കും അതിൻ്റെ രീതിയിൽ അസ്രായേലിൻ്റെ പണി ചെയ്തിട്ട് അസ്രായേൽ പൊക്കോളും. അതോർത്ത് ഇപ്പം പിന്നെ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും അസ്രായേൽ വരും, പിടിക്കുകയും ചെയ്യും. അതെപ്പോഴാണ് എങ്ങനെയാണെന്നെല്ലാം പടച്ചോൻ തീരുമാനിക്കും, അല്ല സ്വന്തം തീരുമാനിക്കണ്ട. അതാണ് അതിൻ്റെ ശരി. സ്വന്തം തീരുമാനിക്കേണ്ടത് എന്താ? അള്ളാഹു റസൂല് പടച്ച റബ്ബ്, എൻ്റെ നേതാവ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, ത്വാഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാണ് മതി ഒരു 5 മിനിറ്റ് അവർ കൂടി മാറ്റിവെക്കുക. ഒരു 5 മിനിറ്റ് മാറ്റിവെക്കുക. ഒരു ദിവസം 5 മിനിറ്റ് മാറ്റിവെക്കുക. അതിലേ വേണ്ടത്. ബർക്കത്ത് വീട്ടിൽ വരും, ഉറപ്പായിട്ടും ബർക്കത്തുണ്ടാവും വീട്ടിൽ. 24 മണിക്കൂറിൽ ജസ്റ്റ് ഒരു തലവേദന, വയറുവേദന, പല്ലുവേദന, ചെവി വേദന ഇത് വരുമ്പോഴത്തേക്കും അല്ലോ എൻ്റെ പടച്ചവനെ എനിക്ക് തലവേദന എടുത്തിട്ട് പയ്യേ, എൻ്റെ അള്ളാഹുവേ എനിക്ക് വയറുവേദന എടുക്കണു, ഞാൻ ഇനി എന്നാ ചെയ്യണേന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ബാക്കി 23.5 മണിക്കൂറും നിങ്ങൾക്ക് അള്ളാഹിനെയും വേണ്ടായിരുന്നു, പടച്ചവനെയും വേണ്ടായിരുന്നു, റസൂലിനെയും വേണ്ടായിരുന്നു, അമ്പിയ മുസ്ലിങ്ങളെയും വേണ്ടായിരുന്നു, ആരെയും വേണ്ടായിരുന്നു. ഈ വേദന വരുമ്പോൾ മാത്രം അങ്ങോട്ട് പടച്ചവൻ്റെ അടുത്തേക്ക് പോയാൽ പടച്ചവനെ അവിടെ ഇങ്ങനെ നോക്കിയിരിക്കുക. നിങ്ങൾ വരുന്നത് നോക്കിയിരിക്കുക. അങ്ങോട്ട് അപ്പം തന്നെ നിന്നൂടാൻ. വൃത്തികെട്ട് ഈ വിവരമില്ലാത്ത പരിപാടി ആദ്യം നിങ്ങൾ കളഞ്ഞാൽ നിങ്ങൾ മനുഷ്യനായിട്ട് ജീവിക്കുക. മനുഷ്യനായിട്ട് ജീവിച്ചിട്ട് നീ ഒരാപത്തും ദൈവം തമ്പുരാൻ ഉണ്ടാക്കൂല. അത് വല്ലാഹി സത്യമാണ്. പടച്ചവന് എല്ലാം തരാമെന്നേ പറഞ്ഞിട്ടുള്ളൂ, തരില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഇത് രണ്ടാമത് നിങ്ങളോട് ആവർത്തിക്കുകയാണ്. പടച്ചവൻ്റെ അടുത്ത് ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാൽ പടച്ചവൻ തരും. വല്ലാഹി വല്ലാഹി വല്ലാഹി. അസ്സലാമു അലൈക്കും.